ലൈഫ് സ്റ്റൈൽ പ്ലാൻ കൊണ്ട് മാത്രം PCOD കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ PCODയും ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രം കൺട്രോൾ ആവാൻ പോണില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ PCOD മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ഡിഗ്രിയിലുള്ളതാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. സോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അമിനോറിയ, അതായത് തുടർച്ചയായിട്ടൊരു 3 മാസത്തിൽ കൂടുതൽ പീരീഡ്സ് കാണുന്നില്ല എങ്കിൽ യു നീഡ് ട്രീറ്റ്മെൻറ്റ്. നമ്പർ 2, PCOD ഉണ്ട്, പ്രഗ്നൻസിക്ക് ഒരുപാട് ട്രൈ ചെയ്തു കുട്ടികളാവുന്നില്ല എങ്കിൽ യു നീഡ് ട്രീറ്റ്മെൻറ്റ്. നമ്പർ 3 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് PCOD കാരണം ഉണ്ടാകുന്ന മെൻ്റൽ ഇഷ്യൂസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ദേഷ്യം എന്നിങ്ങനെയുള്ളവരാണ്. അൺകൺട്രോൾഡ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. നമ്പർ 4, ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ടും ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവുന്നില്ല എങ്കിൽ യു നീഡ് ട്രീറ്റ്മെൻറ്റ്. നമ്പർ 5, ഫേഷ്യൽ ഹെയർ, പിമ്പിൾസ്, മുടി കൊഴിച്ചിൽ, ഇവ അൺകൺട്രോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻഡ്രോജൻസ് ആർ ഹൈ, യു നീഡ് ട്രീറ്റ്മെൻറ്റ്.